പോയി. പിന്നെ എന്നോടാ വിശേഷമൊക്കെ? അപ്പൊ നീ ധ്യാനത്തിന് പോയില്ലേ? ധ്യാനത്തിന് പോകുന്നു പറഞ്ഞ ഞാൻ ഒരു 7 മണിയൊക്കെ ആവുമല്ലോ തുടങ്ങും. ഒരു 4:30 ആയുള്ളല്ലോ. എനിക്ക് 5 മണിയാകുമ്പോ. അപ്പൊ നിങ്ങൾ ഇവിടെ പറഞ്ഞു കംപ്ലീറ്റ് ഫോറിൻ ഐറ്റംസാ, എല്ലാം മൈ പ്രിപ്പറേഷൻ. ശരി. അപ്പൊ നീ തന്നെ ഉണ്ടാക്കിയാണല്ലേ? പിന്നെ ഇത് കണ്ട, ഇത് വെറും ഗ്ലാസ് അല്ല, ഇറ്റലി. ഇറ്റലി? നിങ്ങൾ ഭാഗ്യവാന്മാരാട്ടെ. നീ കഴിക്കുന്നു? എനിക്ക് എന്താണെന്നറിയാം, 7 മണിയാകുമ്പോ ധ്യാനത്തിന് പോണേ. അതുകൊണ്ട് അപ്പൊ അടിക്കുന്നില്ല. അപ്പം പിന്നെ ഒരു മിനിറ്റ്. പിന്നെ ഹലോ, ആ 5 ലക്ഷം രൂപ മേടിച്ചു കഴിഞ്ഞിട്ട് ബാക്കി വർക്കേഴ്സിന് ഫിനിഷ് ചെയ്യുന്നേ. ഇതെല്ലാത്തിനും ഞാൻ വേണമെന്ന് പറഞ്ഞാൽ ഭയങ്കര കഷ്ടം തന്നെയാണ്. ഗൾഫിൽ നിന്നാ? ശരി. ഇനി എന്നെ വിളിച്ചേക്കരുത്തുള്ള കാര്യം ഞാൻ പറഞ്ഞേക്കാം. കുവൈറ്റിൽ ഗൾഫിൽ. അതല്ലേലും അങ്ങനെ നമ്മളെന്തെങ്കിലും സന്തോഷം ഒക്കെ ആയിട്ടിരിക്കുമ്പോ ഏതെങ്കിലും ഒരുത്തൻ ശല്യം ചെയ്യല്ലേ? സമ്മതിക്കല്ലേ ഇവിടെ നാട്ടിൽ വന്നാലും മനസ്സമാനം തരാനും മര്യാദക്ക് ഫോണടിക്കാൻ സമ്മതിക്കില്ല. എടാ നിന്നോടല്ലേ പറഞ്ഞ ആ പൈസ അവിടുന്ന് മേടിച്ചു കൊടുത്താൽ മതി എന്ന് പറഞ്ഞ. പിന്നെന്താ എടാ, നിനക്ക് ഇതൊന്നും അറിയാൻ മേല. പിന്നെ നീ എന്തിനാണ് ഗൾഫിൽ പോയി കിടക്കുന്നേ? എടാ നീ മിണ്ടല്ലേ? എന്തേ എടാ എന്തേലും സംസാരിക്കുന്നത് നല്ല രീതിയിൽ സംസാരിക്കും. എടാ നിന്നോട് ഞാൻ പറയുന്ന കൂടെ കേട്ടാ മതി. നീ ആരാ ഇവിടെ ഒരു കാര്യം ചെയ്യുന്നതിന്റെ ഇടയ്ക്ക് ഡിസ്റ്റർബ് ചെയ്യേണ്ട കാര്യം എന്താ? എടാ ഞാൻ മര്യാദക്ക് സംസാരിക്കണം. നീ ആദ്യം സംസാരിക്കാൻ പഠിക്കണം കേട്ടാ. മലയാളം അറിയാൻ മേല. നീ എന്നെ എടാ മര്യാദക്ക് ഇങ്ങോട്ട് തരാൻ പറഞ്ഞു. എന്നെ കളിയാക്കുവാ. ഫോണ് നീ മിണ്ടായി നിർത്ത് കേട്ടാ. നീ ഉദ്ദേശിക്കുന്ന ആളല്ലേ ഞാൻ കേട്ടോ. കളിക്കല്ലേ? ഇങ്ങ് തന്നെ ഇങ്ങോട്ട്. അല്ല അല്ല, എത്ര നേരമായിട്ട് അവനോട് പറയുന്നു. അവൻ ഇത്ര പറഞ്ഞാൽ മനസ്സിലാകാത്ത എന്താ? ദൈവമേ, എന്റെ അറബാവാണ് വിളിച്ചത്. എനിക്ക് ഒരു മിനിറ്റ്. വല്ല കുഴപ്പമുണ്ടോ? നീ മിണ്ടാതെ കേക്കടാ. അസ്സലാമു അലൈക്കും. That's my mistake. My mistake. എന്റെ പറ്റിയ my friend Baiju Kalurian. Sorry. എന്താ എന്റെ ജോലി പോയടാ. ഇനി ഞാൻ അങ്ങോട്ട് പോയിട്ട് ഒരു കാര്യമില്ല. പോയാ ഇല്ല. എടാ എനിക്ക് അറിയാൻ മേലാത്തോണ്ട് പറ്റിപ്പോയടാ. സമാധാനമായല്ലോ നിനക്ക്? എടാ എനിക്കറിയാം, ഞാൻ ഉള്ള മൂടും പോയി. കുഴപ്പമില്ല, നീ ഒന്നും കാര്യമാക്കണ്ട. ജോലിയല്ലേടാ. പോട്ടെ, സാരമില്ല. നമ്മളിതൊന്നും വലിയ കാര്യമാക്കണ്ട. അതങ്ങ് വിട്ടേര്. നിങ്ങളടി അടിച്ചോ. അങ്ങോട്ട് തോറ്റു കൊടുക്കാൻ പറ്റില്ല. കുടിക്കാം അങ്ങോട്ട് കുടിക്കാം. ഇവന്റെ ഒന്നും മുന്നിലേ, ഇവന്റെ ഒന്നും മുന്നിൽ നമ്മൾ തോറ്റു കൊടുക്കാൻ പാടില്ല. നമ്മൾ കാശ് കൊടുത്ത് മേടിക്കുന്ന സാധനം ഇത്, മനസ്സിലായി? നിനക്കറിയോ ഇവന്റെ മുന്നിൽ തോക്കേണ്ട കാര്യം നമുക്കില്ല. കളിക്കുന്നോ? ഞാൻ ചോദിക്കട്ടെ, എടാ നമ്മൾ കഷ്ടപ്പെട്ടൊക്കെയാണ് ഇവനെ മേടിക്കുന്നത് ആണോ? അല്ല, ഇവൻ കഷ്ടപ്പെട്ടല്ലല്ലോ നമ്മളെ മേടിക്കുന്നത്. അല്ലല്ലോ, പിന്നെ ഇവരൊക്കെ ഇത്ര ജാട എന്താ? കൂടുതൽ ജാടൊന്നും എടുക്കേണ്ട കാര്യമൊന്നുമില്ല. അടിച്ച് നിങ്ങൾ അടിച്ച്. അല്ല, അപ്പൊ നിനക്ക് ധ്യാനത്തിന് ഇത്രയും ജാട ഒന്നും എടുക്കേണ്ട കാര്യമൊന്നുമില്ല. ഒന്നും വേണ്ട. നമ്മുടെ അടുത്ത് ജാട എടുത്ത് കാണിക്കാൻ വേണ്ടിട്ടേ ഇവന്റെ ഒന്നും മുന്നേ നമ്മൾ തോച്ചു കൊടുക്കാൻ പാടില്ല. അടിച്ച്. നീ ധ്യാനത്തിന് പോകണല്ലേ? എന്തിന് ധ്യാനത്തിന്? ഞാൻ പോകുന്നില്ല ധ്യാനത്തിന്. എടാ ഞാൻ എൻ്റെ വീട്ടിൽ ആരാന്നറിയോ? ഈ സെന്ററിൽ കിടക്കണ കറിവേപ്പിലയാണ്, മനസ്സിലായി? ഈ കറിവേപ്പില പോലെയാണ് എന്നെ കാണുന്നത്, മനസ്സിലായി? പിന്നെ ഞാൻ എന്തിനാ ധ്യാനത്തിന് പോയി നന്നാകുന്നത്? നീ അറിയടാ. എനിക്ക് ഞാൻ 2 എണ്ണം അടിച്ചിട്ടുണ്ട്. നിങ്ങൾ ഓരോന്നല്ലേ വിട്ടുള്ളൂ. അത്രേ ഉള്ളൂ. നമ്മള് നാട്ടിൽ വന്നിട്ട് ഇതുപോലെ കൂടുമ്പോൾ ഒരു സന്തോഷം. നമ്മുടെ ഈ പ്രകൃതി കാണാൻ എന്ത് രസമാണ്. ആസ്വദിക്കുക ജീവിതം, ആസ്വദിക്കുക യൗവനം. അതൊക്കെ പോട്ടെ. ഞാനൊരു കാര്യം ചോദിക്കട്ടെ,
നീ ഇവിടെ വന്നിട്ട് നമ്മുടെ കൂട്ടുകാരെയൊക്കെ കാണാൻ പോയോ? നമ്മുടെ നാട്ടിലൊക്കെ ഞാൻ ഇറങ്ങി. 2 ദിവസമല്ലേ അയാള് വന്നിട്ട് ഞാൻ പുറത്തിറങ്ങിയിട്ടേ ഇല്ല. പുറത്തോട്ട് ഇതുവരെ ഇറങ്ങി. അവിടെ ചേട്ടാ ഇതെന്നാ ഗൾഫുകാരനാ? പുറത്തോട്ടിറങ്ങി നമ്മുടെ നാടൊക്കെ ഒന്ന് കാണണ്ട, പഴ സെറ്റപ്പാണെന്നൊക്കെ ഒന്ന് അറിയണ്ടേ? നിങ്ങൾ എനിക്ക് ഇപ്പോഴല്ലേടാ കിട്ടിയത്. ദേ, അപ്പൊ ഞാനൊരു കാര്യം പറയാം. നമ്മളിനി ഓരോ പെകൂടി അടിക്കുന്നു. അതിനുശേഷം നമുക്ക് ഇവനെ കൊണ്ട് ഇവിടെയൊക്കെ ഒന്ന് കാണിക്കണ്ടേ? പിന്നെ ഇട നീ ഗൾഫിൽ നിന്ന് വന്നേ, അപ്പൊ നീയായിട്ട് ഞങ്ങൾ നടക്കുമ്പോ നമുക്കൊരു ഇതില്ലടാ, ഒരു ബന്ധം. അത് അത് നമ്മൾ ആ ഗമ നമ്മൾ അങ്ങോട്ട് കാണിച്ചു കൊടുക്കുമല്ലേ. അപ്പം എനിക്ക് പറയാനുള്ളത്, നമ്മള് ഈ പെഗടിച്ചതിന് ശേഷം നമ്മള് ആകാശത്തിലെ പറവകളെ പോലെ ഇങ്ങനെ പാറി പറന്ന് നടക്കുന്നു. സത്യം പറഞ്ഞു, നമ്മൾ 4 പേരും കൂടി ഇങ്ങനെ ഒരുമിച്ച് നടക്കുമ്പോഴേ എനിക്ക് ഭയങ്കര സന്തോഷം വരുന്നു. അതെന്താ? നമുക്ക് ഈ നാട് പിടിച്ചടക്കിയാലോ. നമ്മൾ ഒരേ കുപ്പിന്ന് കുടിക്കുന്നവരും ഒരേ മനസ്സുള്ളവരും ആയതുകൊണ്ടാണ് നമുക്ക് ഇത്ര സന്തോഷം. അതുകൊണ്ടാണ് ഞാൻ ധ്യാനത്തിന് പോലും പോകാതെ നിങ്ങളുടെ കൂടെ കൂടിയത്. അല്ല, ഈ ധ്യാനത്തിന് പോകാതിരിക്കുന്നതുകൊണ്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എന്ത് പ്രശ്നം? എടാ, ആ പള്ളിയിലച്ഛനോട് പോയി ധ്യാനം കൂടാൻ പോകാം. എടാ, ഈ ധ്യാനം എന്ന് പറയുന്നതൊക്കെ നമ്മളെ പോലുള്ളവർക്ക് പറഞ്ഞിട്ടുള്ള നല്ല നമ്മളൊക്കെ ടോപ്പായിട്ടുള്ള മുഴുക്കുടിയന്മാർക്ക് വീട്ടിൽ സന്തോഷം ഉണ്ടാണെങ്കിൽ നമ്മൾ ധ്യാനത്തൊന്നും പോകേണ്ട കാര്യമില്ല. നമ്മുടെ വീട്ടിൽ ഭാര്യമാരില്ലായിരുന്നാ മതി. ഇവന്റെ വീട്ടിൽ ഭാര്യയില്ല, നമ്മൾ സന്തോഷിക്കുന്നില്ലേ? അതാണ് അതിന്റെ കാര്യം. അവിടെ ഞാൻ വീടാറിയാന്നറിയോ? എന്നെ 5ലും 6ലും 7ലും ഒക്കെ പഠിപ്പിച്ച രാഘവ മാസ്റ്റർ വീടാണ്. എന്നെ മാഷിന് ഭയങ്കര ജീവനാണ്. മാഷിനെ പല പ്രാവശ്യമായിട്ട് ഞാൻ വിചാരിക്കും മാഷിന്റെ അനുഗ്രഹം മേടിക്കണം, നമുക്കൊന്ന് പോയി മേടിച്ചാലോ. ഈ സമയത്ത് മാഷ അനുഗ്രഹം തരുമെന്ന് എനിക്ക് തോന്നല്ല. വെല്ലുവിളിക്കല്ലേ കേട്ടാ. നീ എൻ്റെ കൂടെ വാ. മാഷിപ്പോ എനിക്ക് ലൈവായിട്ട് അനുഗ്രഹം തരുന്ന ലൈവ് പ്രോഗ്രാം ഞാൻ നിനക്കിപ്പോ കാണിക്കാം. അത് കൊള്ളത്തില്ലല്ലോ. അങ്ങനെ അമൃത്തിൽ പിടിക്കടാ, അടിക്ക്. മാഷെല്ലപ്പോഴും കാണിയതായിരിക്കടാ. അതെ, ക്ലാസ്സിൽ ബഹളം വെക്കുന്ന പോലും മാഷിന് ഇഷ്ടമില്ലാത്ത മിണ്ടായിരുന്നു. നമ്മള് വെള്ളമാണെന്നുള്ള ബോധം നമുക്ക് വേണം. ഓക്കെ, മാഷ് വരുന്നുണ്ട്. മാഷ് വരടാ. എന്താ? ആരൊക്കെയാ നിങ്ങള്? ഞാൻ മാഷിന്റെ ശിഷ്യന. മാഷിനെ 5ാം ക്ലാസ്സിലും 6ാം ക്ലാസ്സിലും 7ാം ക്ലാസ്സിലും ഒക്കെ പഠിപ്പിച്ചിട്ടുണ്ട്. എനിക്ക് മാഷിന്റെ അനുഗ്രഹം വേണം. വെളിവില്ലാതെയാണോ അനുഗ്രഹം വാങ്ങിക്കാൻ വരിക? അവനെ ഒന്ന് അങ്ങോട്ട് അനുഗ്രഹിക്കുവാ. ഇത് നിങ്ങൾ പോകുന്നുണ്ടോ അവിടുന്ന്? ഇയാളെന്ത് ഇങ്ങനെ? തനിക്കെന്താ ഇവനൊന്ന് അനുഗ്രഹിച്ചാല്? കൂടുതൽ സംസാരം ഒന്നും വേണ്ട, മര്യാദക്ക് അനുഗ്രഹിക്കണോ? ഇല്ല, അനുഗ്രഹങ്ങളൊന്നുമില്ല, കടന്നു പോകും. മാഷ് അങ്ങനെ പറയരുത്. എനിക്ക് മാഷിന്റെ അനുഗ്രഹം വേണം. എനിക്കിപ്പോ ഭയങ്കര കുറ്റബോധം തോന്നുന്നു. നിനക്കടേ ഇപ്പൊ ഇങ്ങനെ തോന്നാൻ? ഇവിടെ നീ എന്ത് പറയുന്നു? നിനക്കറിയോ, ഞാൻ എന്റെ ഭാര്യ, എന്റെ മോള്, എന്റെ മോനെ വഞ്ചിച്ചിട്ട് ഇവിടെ വന്നിരിക്കുന്നറിയോ? അതെ, ഒരു കാര്യം ചെയ്യും, നിങ്ങൾ ഇവിടെ നിൽക്കും. ഞാൻ ജസ്റ്റ് വീട്ടിലൊന്ന് കയറിയിട്ട് പെട്ടെന്നൊരു മാപ്പ് പറഞ്ഞ് പെട്ടെന്ന് തിരിച്ചു വരാം. നീ ഈ അവസ്ഥയിൽ നിന്റെ വീട്ടിലോട്ട് കയറി ചെന്നാൽ നിന്റെ മോൻ നിന്നെ കയ്യോ? അത് ശരിയാണല്ലോ. അതൊക്കെ ഒരു വിധിയല്ലേടാ, അനുഭവിക്കുക, അല്ലാതെ ഇപ്പൊ എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾ ഇവിടെ ഞാനിപ്പോ ഞാൻ പോയി പെട്ടെന്ന് മാപ്പ് പറഞ്ഞിട്ട് ഓക്കെ ഒരു സെക്കൻഡ് അന്നേറ്റല്ലേ വിജയത്തെടുക്കാൻ പറ്റും. കഥ തുറക്കാൻ എടീ, കഥ തുറക്കാൻ. ഐ ആം സോറി. നീ എന്നോട് ക്ഷമിക്കണം. എനിക്കറിയാം നിനക്ക് എന്നോട് ഭയങ്കര സ്നേഹമാണ്. പക്ഷെ ആ സ്നേഹം തിരിച്ചു തരാൻ എനിക്ക് ഇതുവരെ പറ്റിയിട്ടില്ല. ഞാൻ നമ്മുടെ മക്കളെ നിന്നെ വഞ്ചിച്ചിട്ട് വന്നിരിക്കുക. നിനക്ക് മാപ്പ് തരാൻ പറ്റുമെങ്കിൽ മാപ്പ്, ഇല്ലെങ്കിൽ വേണ്ട.
താൻ എന്താടോ ഒരു പരിചയമില്ലാത്ത വീടിന്റെ അടുക്കളപ്പുറത്ത് വന്ന് ഒച്ചപ്പാടുണ്ടാക്കുന്നത്? ഈ അടുക്കള വാതിൽക്കൽ കൂടി വന്ന് പിള്ളേര് കേൾക്കാതിരിക്കാനാ. നീ വെറുതെ ഒച്ചപ്പാടുണ്ടാക്കി പിള്ളേരെ അറിയിക്കില്ലേ? ആരോടത്? തനിക്ക് എന്ത് വേണം? ഞാനാണോ? ഞാൻ നിന്റെ ഹസ്ബൻഡ്. താൻ ആരുടെ ഹസ്ബൻഡാണോ? അല്ല, ഹസ്ബൻഡ് ആയിരുന്നില്ല, ഞാനാണോ? സാറെന്താ ധ്യാനം കൂടാൻ വന്നാണോ? നിന്നെ ഞങ്ങൾ ധ്യാനം കുടിക്കടാ. അയ്യോ, ഇത് പോലീസ് സ്റ്റേഷനാണല്ലോ. ഞങ്ങൾ എങ്ങനെ ഇവിടെ എത്തി? അതൊക്കെ പറഞ്ഞാടാ. SI സാർ നിന്നെ കാണാനായിട്ട് ഇരിക്കുവാ. അകത്തേക്ക് വാ. എഴുന്നേറ്റ്. പോലീസ് എല്ലാരും കൂടി അങ്ങ് ഇടിച്ചേരി വരാൻ നിക്കല്ലേ. ഇവന്മാർ രണ്ടുപേരെ കളലക്ഷണന്മാര്. ഇങ്ങോട്ട് പോടാ. നിങ്ങളെ ബാക്കിയുള്ളവരെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാലേ ഇതിനുള്ളിൽ സ്ഥലമില്ല. പോടാ, വീട്ടിൽ പോടാ, വീട്ടിൽ പോടാ, വീട്ടിൽ പോടാ. അങ്ങോട്ട് കയറാം. കേരള ഇവിടുത്തെ പുതിയ സ്ഥല SI നിനക്ക് അറിയാടാ. ആള് ഭയങ്കരനാ. ഒറ്റയടിക്ക് 3 പ്രതികളെ ബോധം കെടുത്തിയാണ്. SI മസിൽ വാസു. സാറിന്റെ വീക്കൻസോ മുഷ്ടി ചുഴിച്ചടിക്കല്. പാവം, മുഷ്ടി എന്ന് പോലും പറയാൻ അറിയത്തില്ല. കഷ്ടം. ഡാടാ, നീ കൂടെ തിരിക്കുന്നു വേണ്ട. ദേ സാറ് വരുന്നുണ്ട്. ആരടാ ഈ ബൈജു? നിന്നെ ആരടാ ഈ ബൈജു? ഞാനാ. ആ, നീങ്ങ് വാടാ. എന്താ നിന്റെ പേര്? മനോഹരൻ. ഇന്ന് തന്നെ ഈ പേര് മാറ്റിക്കൊള്ളണം. നല്ല ഒന്നാം തരം പേര് ചീത്തയാക്കാൻ വന്നിരിക്കുന്നോടാ റാസ്കൽ. സാറേ, ഞങ്ങള് ഭയങ്കര പാവോ സാർ. അത് എന്റെ കുറ്റമല്ല. വേറെ ആരെയാ? അങ്ങോട്ട് മാറി നിൽക്കടാ. അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങളുടെ കിടപ്പ്. സാറേ, സാറിന് കൈക്കൂലി വല്ലതും വേണമെങ്കിൽ ഞാൻ വീട്ടിൽ പോയി കൊണ്ടുവരാം. നീ എന്താ കൈക്കൂലി എന്നെ ജോലികളെയാ നോക്കണം? ഞാൻ അപ്പോഴേ പറഞ്ഞ സാർ കൈക്കൂലി മേടിക്കുന്നു. ഓഹോ, അപ്പൊ നീ ഇത് പരസ്യമാക്കിയോ? എടോ PC, ആ പേപ്പറും പേനയൊക്കെ ഇങ്ങ് എടുത്തേ. എടാ, ഞാൻ പറയുന്ന പോലെ നീ ഇതിൽ എഴുതണം. ഇരിക്കാൻ നിന്നോട് ഞാൻ പറഞ്ഞോ? എഴുതേക്കടാ. ഇനി എഴുത്. എന്താ സാറ് ഞാൻ ഇതിനകത്ത് എഴുതണ്ട? പറഞ്ഞുതരാം, നീ എഴുതിക്കോ. ഇവിടെ വെച്ച് എനിക്ക് ഹാർട്ട് അറ്റാക്ക് മൂലമോ തല ചുറ്റി തലയടിച്ച് വീണോ മരിച്ചു കഴിഞ്ഞാൽ ഞാൻ തന്നെ ആയിരിക്കും അതിന്റെ ഉത്തരവാദി. എടാ, വാദിക്ക് വള്ളിയില്ല. അവരിടാനുള്ള വള്ളിയൊക്കെ അവനിട്ടോളൂ. നീ അങ്ങോട്ട് മാറി നിൽക്കടാ. സാറേ, ഞാൻ മരിച്ചില്ലല്ലോ സാറേ. നീ മരിക്കുമല്ലോ. ആണല്ലേ? ഞാൻ പരിപാടി തുടങ്ങാൻ പോണതല്ലേ ഉള്ളൂ. എഴുത്. മരണശേഷം എന്റെ ദേഹത്ത് വല്ല ഒടിവോ ചതവോ കണ്ടു കഴിഞ്ഞാൽ അത് വാദസംബന്ധമായ അസുഖം മൂലമാണെന്നും എന്റെ മരണം മർദ്ദന മരണമല്ല, ആത്മഹത്യയാണെന്ന് ഞാൻ ഉറപ്പു തരുന്നു എന്ന് എനിക്കും എന്റെ കൂട്ടുകാരനും വേണ്ടി എന്ന് സ്വന്തം ഞാൻ. ഒപ്പ്. ഒപ്പ് അവനിട്ടാ മാറിക്കടാ. മതി, ഇങ്ങോട്ട് മാറിക്കടാ. ആഹാ, നീ എവിടെ പോണ്? നീ മാറി നിൽക്ക്. ഇവനെ പെരുമാറി കഴിഞ്ഞിട്ട് ആവശ്യം ഉണ്ടെങ്കിൽ നിന്നെ ഞാൻ വിളിക്കാം. സാറേ, എനിക്ക് അവസാനമായിട്ട് ഒരു ആഗ്രഹം. എന്താ? സാറിന്റെ കൂടെ ഒരു ഫോട്ടോ എടുക്കണം. അതെന്തിനാ? പൂജാമുറി വെച്ച് പൂജിക്കാനാ. കളിയാക്കോ? ഇങ്ങോട്ട് മാറി നിൽക്കടാ. അയ്യോ, നിനക്ക് ഏതാണ്ടൊക്കെ അറിയാൻ തോന്നുന്നു. ഏറെക്കുറെയൊക്കെ. നിനക്ക് എന്നെ കുറിച്ച് അറിയില്ല. ഞാൻ കാണിച്ചുതരാം. എന്റെ കൈയും കാലും നീ. നിന്റെ പേരുള്ള കേസുകളൊക്കെ നിനക്ക് അറിയോടാ? അറിയോ? എന്നോട് എടോ PC, ഇവന്റെ പേരുള്ള കേസൊക്കെ എന്താണെന്ന് നിനക്കറിയാമോ? മാഷിനെ കൊല്ലാൻ ശ്രമിച്ച്, കൊലപാതക ശ്രമം, അന്യ സ്ത്രീയെ വീട്ടിൽ കയറി കടന്നു പിടിക്കാൻ ശ്രമിച്ച്, സ്ത്രീപീഡനം, പിന്നെ ഭവനവേദനം. തൂക്കിലേറ്റിട്ട് പിന്നെ സാറേ കേസ് രജിസ്റ്റർ ചെയ്യുന്നത്. നീ മിണ്ടി പോരുത് സാറേ, എന്നെ ഇങ്ങനെ തൂക്കരുത് കേട്ടോ. എന്റെ തല താഴെ മുട്ടു. സാർ, ബജുന്റെ ഭാര്യയും പള്ളിയിലച്ഛൻ പുറത്തു വന്ന് നിൽക്കുന്നുണ്ട്. ഇത് പറയാനത്ര പേടിക്കണേ എന്തിനാ? ഓ, റെക്കമെൻഡേഷൻ വന്നായിരിക്കും ഇവനെ ഇറക്കാൻ. ഇവിടെ വന്നടാ. ഇവിടെ ഇപ്പൊ നടന്നൊന്നും നിനക്കും അറിയില്ല, എനിക്കും അറിയില്ല. സാറേ, എന്റെ കാര്യം ഇവൻ ഏതെങ്കിലും കാരണവശാൽ ഇവിടുന്ന് പോയാൽ നീ ആയിരിക്കും ഈ കേസിലെ പ്രധാന പ്രതി. മനസ്സിലായോ? ആ, സാറ് വരുന്നുണ്ട്. നമസ്കാരം സാർ. ആ, ജേക്കബ് അച്ഛനോ?
ഓ ബൈജുവിന് വേണ്ടി റെക്കമെൻഡ് ചെയ്യാൻ വേണ്ടി വന്നതായിരിക്കും. കുടിച്ചു കഴിഞ്ഞ ആൾ ഇങ്ങനെയാ സാറേ, ഒരു വെളിവും കാണില്ല. ഹ, അവൻ എന്തൊക്കെയാ ഇവിടെ കാണിച്ചുകൂട്ടി നിങ്ങൾക്ക് അറിയാമോ? ഇപ്രാവശ്യത്തേക്ക് സാർ ഒന്ന് ക്ഷമിക്കണം. ഞാൻ അവന് വേണ്ടി മാപ്പ് ചോദിക്കുന്നു. എടോ പി സി, സർ. ആ ബൈജുവിനെ ഇറക്കി വിട. യെസ് സർ. അയ്യോ അയ്യോ സാറേ, എന്റെ ചേട്ടന് എന്ത് പറ്റി? സാറുമാര് തല്ലി ചതച്ചോ? കളരി കാണിച്ചുകൊണ്ട് സാറ് കൂടുതലിടിച്ചു. എന്റെ പൊന്നു സാറേ, കുടിയനാണെങ്കിലും കുടിച്ച് വഴക്കുണ്ടാക്കുന്നവനാണെങ്കിലും എന്നെ തല്ലുന്നവനാണെങ്കിലും എനിക്ക് ഈ മനുഷ്യന് വലിയ ഇഷ്ട. എന്റെ കഴുത്ത് താലി കെട്ടിയ ഭർത്താവ് ഉപദ്രവിക്കാതെ വെറുതെ വിടണ സാറേ, ഞാൻ കാല് പിടിക്കാം. പെങ്ങൾ വിഷമിക്കരുത്, എഴുന്നേക്ക് എഴുന്നേക്ക്. ഞങ്ങൾ അവനെ ഒന്നും ചെയ്യില്ല. അയ്യോ, ഇത്രയും നല്ല ഭാര്യ ഉണ്ടായിട്ടാണ് നീ കുടിച്ച് ബഹളം വെക്കണത്. ഇനി മേലാൽ നീ ഒരു തുള്ളി സ്മോൾ അടിച്ചിട്ടുണ്ടെന്ന് ഞാൻ അറിഞ്ഞാൽ നിന്റെ വീട്ടിൽ വന്ന് ഞാൻ കുനിച്ചീർത്തി കൂമ്പിടിച്ചോട്ടും. റാസ്കൾ, പെങ്ങള് വിഷമിക്കരുത്. നിങ്ങളൊക്കെ കുടുംബവും കുട്ടികളും സന്തോഷമായിട്ട് നല്ലൊരു കുടുംബജീവിതം നയിക്കണമെന്ന് തന്നെയാണ് ഞങ്ങൾ പോലീസുകാരുടെ ആഗ്രഹം. ഒത്തിരി നന്ദിയുണ്ട് സാർ. ആ പോകാം.